എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എനിക്ക് നല്ലൊരു കിച്ചണുണ്ട്, പക്ഷെ എന്ത് ചെയ്യുക, ഈ പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ അടുക്കി വെക്കാനായിട്ട് ഒരു സ്ഥലവും ഇല്ല. പക്ഷേ മുളക് പൊടി, മല്ലിപ്പൊടി അതിന് വേണ്ടിയിട്ട് 2 ഷെൽഫുണ്ട്. ഫുള്ളായിട്ടൊരു ബ്ലാങ്കാണ്, ഷെൽഫൊന്നും അധികം വച്ചിട്ടില്ല. അകപ്പടെ വച്ചിട്ടുള്ളത് ഈ പൊടികൾ വയ്ക്കാൻ വേണ്ടിയിട്ട് 2 ഷെൽഫ് വെച്ചു. ഞാനാണെങ്കിൽ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുകയാണ് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം. നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെയൊക്കെയാണോ എന്തോ എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഞാൻ അവസാനം കണ്ടെത്തി. 5ൻ്റെ പൈസ ചിലവാക്കണ്ട കേട്ടോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാമേ. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതാണ് സാധനം. എന്താണെന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇതൊരു ജനൽ പാലയാണ് കേട്ടോ, ഒരു പഴയ വീടിൻ്റെ ജനൽ പാല്. ഇതെൻ്റെ മോൻ എൻ്റെ കയ്യിലിപ്പോൾ എവിടെ നിന്നോ തപ്പിയെടുത്ത് കൊണ്ടുവന്നതാണ്. ഇതിനി എങ്ങനെ ഇത് ഫിറ്റ് ചെയ്യും, ഒരാണി ഒന്നും അറിയാതെ ഇതെങ്ങനെ നമ്മളിത് ഫിറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോനാണ് ഐഡിയ പറഞ്ഞു തന്നത്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ പാളിയുടെ കൂടെ തന്നെ എൻ്റെ വിജാഗിരി ആ ഒരു സംഭവം ഉണ്ടല്ലോ, 3 ഓട്ടയൊക്കെ ഉള്ള സംഭവം 2 സൈഡിലും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോനാണ് ഐഡിയ പറഞ്ഞത്. ആ ഓട്ടയിലൂടെ കയറ് കയറ്റിയിട്ട് ഒരു സൈഡ് വേണ്ടിയിട്ടൊരു ചെറിയ കയറും അടുത്ത സൈഡിന് വേണ്ടിയിട്ടൊരു വലിയ കയറ്, അതൊക്കെ അവൻ തന്നെയാണ് സെറ്റ് ചെയ്തത്. പക്ഷെ സെറ്റ് ചെയ്തപ്പോഴേക്കും കിട്ടുക്കാഴ്ചയായിട്ട് അത് ക്ലിയറായി കേട്ടോ. സംഭവം നമ്മളത് ഒരു വൃത്തികേടൊന്നും തോന്നുന്നു. ഇതിനിപ്പോൾ ജനൽപ്പാളി തന്നെ വേണമെന്നില്ല കേട്ടോ, ഇതേ ഷേപ്പിൽ നോർമലായിട്ടുള്ള ഒരു പലകയായിരുന്നാലും മതി. പിന്നെ ആ സൈഡിൽ കയറ് കോർക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു ഫിറ്റിങ്സ് അവിടെ വേണം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വിജാഗിരി ഉള്ളത് കൊണ്ട് ഒരുവിധം നമുക്കത് സെറ്റ് ചെയ്ത് വയ്ക്കാം. ആ ഒരു വിജാഗിരിയിലാണ് ഒരു കയർ അവിടെ കൊടുത്ത് ഒരു സൈഡ് സ്ട്രോങ് ആക്കി വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടിയിൽ കൂടെ അടുത്ത കയറെടുത്താണ് മേളിൽ കെട്ടേണ്ടത്. ഏതാണ്ട് ഒരു ഊഞ്ഞാൽ കണക്ക് കറക്റ്റായിട്ടിരിക്കും. 2 സൈഡിലും നല്ല രീതിയിൽ പിടുത്തം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്റ്റാൻഡ് പോലെ നിൽക്കത്തുള്ളൂ. പിന്നെ ചിന്തിച്ചേട്ടാ, ഈ ജനലിന് കുറച്ചുകൂടെ ഒന്ന് നീളം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഷെൽഫിനും കുറച്ചുകൂടെ ഒന്ന് നീളം കിട്ടിയാണ്. എന്ത് ചെയ്യാൻ, ജനൽ അത്രയൊക്കെ ഇല്ലേ ജനലിൻ്റെ ഇതിന് പറ്റത്തുള്ളൂ. അപ്പോൾ 2 സൈഡ് നന്നായിട്ട് കെട്ടിയാൽ വച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വൃത്തികേടും തോന്നത്തില്ല കേട്ടോ. ഞാനിപ്പോൾ ഏതാണ്ട് വലിയ ഉണങ്ങിയ പാത്രങ്ങളൊക്കെ അതിലോട്ട് മാറ്റി. ഇപ്പോൾ അവിടെ ആ പാത്രക്കട ശ്വാസം മുട്ടലൊക്കെ ഒന്ന് മാറി കേട്ടോ. ഏതാണ്ട് എല്ലാ സാധനവും അതിൻ്റെ മീതെ കുന്നുകൂട്ടി ഞാൻ വെച്ചിരിക്കും. വേറെ ഒരു സൗകര്യവും ഇല്ല. താഴെ വെച്ച് കഴിഞ്ഞാലോ പല്ലിയൊക്കെ കയറി ഒരു ചീരാക്കി ഇടും. പിന്നെ നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ആ ജനൽ തുറക്കാത്ത ജനലാണെങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ ഇരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ പുറത്തുള്ള പൊടികളൊക്കെ അതിൽ പാത്രത്തിൽ കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടച്ചിട്ട ജനൽ സൈഡിൽ മാത്രമേ നമുക്ക് ഇതുപോലത്തെ ഒരു ഷെൽഫൊക്കെ വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു കിച്ചൺ ടിപ്പ് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. പിന്നെ എൻ്റെ ഈ വീടിൻ്റെ ഫുൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെന്ന് കാണണേ. ടാറ്റാ.